ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ പുതിയ സിനിമ റിലീസാവാൻ പോവാണ് നാളെ. 18-ാം തീയതി റിലീസാവാൻ, ഡിസംബർ 18-ാം തീയതി നമ്മൾ ദിലീപിൻ്റെ ബബ്ബ റിലീസാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പൊട്ടലുകൾക്ക് ശേഷം പൊട്ടി 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 ദിലീപിന് എന്തായിക്കണ്, വയ്യാണ്ടായിക്കണ്. അപ്പോൾ ആ പൊട്ടലുകൾക്കൊക്കെ ശേഷം ദിലീപ് ഇത് ബബ്ബായിട്ട് വരികയാണ്. ബബ്ബബ്ബ ബബ്ബബ്ബ. അപ്പോൾ പടം അടിപൊളിയാകും, സൂപ്പർ ഹിറ്റ് ആകും. എന്താ പറയുക, നമ്മളെ ലാലേട്ടൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ വലിയൊരു വമ്പൻ താരനിരയായിട്ടാണ് ബബ്ബബ്ബ വരുന്നത്. സംഭവം സൂപ്പർ ഹിറ്റ് ആവും. കാരണം ഫാമിലി എൻ്റർടൈനർ ഒക്കെയാണെന്ന് പറയുന്നത്, കോമഡി ഐറ്റംസ് ആണ്. പക്ഷേ ദിലീപിൻ്റെ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞ ഒരുപാട് കോമഡി സിനിമകൾ നമ്മൾ കണ്ടതാണ്. തിയേറ്ററിൽ 8 നില വട്ടപ്പൂജ്യം പൊട്ടി പൊട്ടി പാളീസായ സിനിമകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദിലീപ് ലാലേട്ടനൊക്കെ വെച്ചിട്ട് ഒരു സിനിമ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗോകുലം ഗോപാലേട്ടൻ്റെ സിനിമയാണ് വരുന്നത്. അപ്പോൾ സംഭവം അടിപൊളി ആയിരിക്കും എന്നാണ് പറയുന്നത്. ടീസറും ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണ്. പടം അടിപൊളിയായിരിക്കും. പക്ഷേ അതിന് മുന്നേ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദിലീപ്, ഈ സിനിമത്തെ പാട്ട്, ലിറിക്സ് സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിറിക്സ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, അത് മറ്റേ കൈരളിത്തെ ഡബിങ് പാട്ടുകൾ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ആക്ഷൻ സോങ്ങുകളൊക്കെ പോലത്തെ ഒരു ഇടപാടായിട്ടാണ്. ഫുള്ള് ട്രോൾ എന്ന് പറഞ്ഞാൽ ട്രോളിൻ്റെ പൂര പെരുമഴയായിരുന്നു അപ്പോൾ ആ പാട്ടിന്. പക്ഷെ അതുപോലെ ആവില്ല, പാട്ട് പോലെ ആവില്ല സിനിമ അടിപൊളിയായിരിക്കും. സൂപ്പർ സൂപ്പർ ഹിറ്റ് ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. സംഭവം അടിപൊളി സിനിമ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ഒക്കെ അടിപൊളി തകർത്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം സിനിമയുടെ റിവ്യൂ ഇടും. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബബ്ബയുടെ ഈ ബുക്ക് മൈ ഷോത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമാണ്. കാരണം പ്രത്യേകിച്ച് ലാലേട്ടനുണ്ട് സിനിമയിൽ. പിന്നെ അത് അപ്പോൾ അതിസംഭവ ബഹുലമായ ഒരു സിനിമയാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്, ബബ്ബ. അപ്പോൾ ലാലേട്ടൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് മാരക പെർഫോമൻസ് ആയിരിക്കും, സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ ഇതിലത്തെ ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആണല്ലോ. അപ്പോൾ പടം അടിപൊളിയാണ്. പക്ഷെ എന്താണ്, പാട്ട് ഇറങ്ങിയത് ഫുള്ള് ട്രോളായി മാറിയതുള്ളൂ. അപ്പോൾ ഇത് സിനിമയ്ക്ക് ബബ്ബൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് ഓഫിലേക്ക് വിജയിക്കട്ടെ. സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണണം. സംഭവം എന്താ പറയുക, അതിവിപുലമായ ഒരു ദൃശ്യാവിഷ്കാരം തന്നെയാണ് സിനിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നാളെ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് നാളെ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബുക്ക് മൈ ഷോ തൂക്കി എന്നൊക്കെ പറയില്ലേ, ഒരു മണിക്കൂറിൽ 20,000 ബുക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിൽ 20,000 ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഇപ്പുറത്തും സിനിമകൾ ഇനി വരാനും, അതുപോലെ തന്നെ റിലീസായ സിനിമകൾ, ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ദിലീപിൻ്റെ ഈ ബബ്ബ റിലീസായിട്ടുള്ളത്. കുടുംബ പ്രേക്ഷകർ ഒന്നാകെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള സിനിമയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദിലീപിൻ്റെ സിനിമകൾ ഇപ്പോൾ അടുത്തിറങ്ങി അതൊക്കെ ഫുള്ള് 8 നിലയിൽ വട്ടപ്പൂജ്യം പൊട്ടി ഡമാർ പടാറായ സിനിമകൾ ഒരുപാട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വളിപ്പ് കോമഡിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല. നല്ല നല്ല കോമഡി വെറൈറ്റി പുതിയ ഐറ്റംസൊക്കെ വരികയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഈ പണ്ട് കാലത്തെ ആ ഐറ്റംസൊക്കെ മാറ്റി ദിലീപ് ഒരു പുതിയ ഐറ്റംസ് ആയിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ, നല്ല നല്ല കോമഡികളൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാൻ നന്നായി അറിയുന്ന ആളാണ്. കോമഡി പ്രത്യേകിച്ച് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാസ്യതാരം, അല്ലെങ്കിൽ ഹാസ്യനടൻ എന്നൊക്കെ പറയുന്ന പോലെ നല്ല കോമഡി ഐറ്റംസ് ചെയ്യാൻ പറ്റുന്ന നടനാണ് ദിലീപ്. മെയിൻ ക്യാരക്ടറുകളൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ കൂടുതലും കോമഡി ഐറ്റംസ് ആണ് ചെയ്യല് ദിലീപ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബബ്ബക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.